കഴിഞ്ഞയാഴ്ചയാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് കന്നഡ താരം യഷിന്റെ പുതിയ ചിത്രം ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സിന്റെ ഫസ്റ്റ് ഗ്ലിംപ്സ് ടീസർ പുറത്തുവന്നത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ സ്റ്റൈലിഷായ ആക്ഷൻ നിറഞ്ഞതായിരുന്നു. അതേസമയം തന്നെ ടീസറിനെതിരെ ഉയർന്നത് വലിയ വിമർശനങ്ങളാണ്. അടുത്തിടെയാണ് സൂപ്പർ താരം യാഷിന്റെ പുതിയ ചിത്രം ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സിന്റെ ടീസർ പുറത്തുവന്നത്. യാഷിന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ടീസർ റിലീസായത്. യാഷ് അവതരിപ്പിക്കുന്ന റായ എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രോ ആണ് ടീസറിലെ ഉള്ളടക്കം. സെക്സ് രംഗങ്ങളും ആക്ഷൻ നിറഞ്ഞ ടീസറാണ് പുറത്തിറങ്ങിയത്. ഇതിന്റെ പേരിൽ സംവിധായക ഗീതു മോഹൻദാസിനെതിരെ രൂക്ഷ വിമർശനമാണ് സൈബറിടത്ത് ഉയർന്നത്. ഇപ്പോഴിതാ ടീസറിലെ രംഗങ്ങൾ വിവാദമായതിന് പിന്നാലെ അതിൽ അഭിനയിച്ച നടി ബിയാട്രിസ് ടൗഫൻബാഷ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തുവെന്നാണ് പുതിയതായി പുറത്തുവരുന്ന റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിലടക്കം ടീസറിലെ ഈ രംഗത്തിൽ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് നടിയുടെ നീക്കം. ബ്രസീലിൽ നിന്നുള്ള നടിയും മോഡലുമാണ് ടീസറിൽ യാഷിനൊപ്പം അഭിനയിച്ച ബിയാട്രിസ് ടൗഫൻബാഷ്. 2014 മുതൽ മോഡലിംഗ് കരിയർ ആരംഭിച്ച ബിയാട്രിസ് നല്ലൊരു ഗായിക കൂടിയാണ്. സെമിത്തേരി ഗേൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഗീതു മോഹൻദാസ് ബിയാട്രിസിനെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുത്തിയത്. കിയാര അദ്വാനി, നയൻതാര, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത, താര സുതാര്യ എന്നിവരാണ് മറ്റ് നായികമാർ. കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിച്ച ചിത്രം ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ മാർച്ച് 19 റിലീസ് ചെയ്യും. രാജരവി ഛായാഗ്രഹണവും രവി ബസൂർ സംഗീതവും ഉജ്ജൽ കുൽക്കർണി എഡിറ്റിംഗും ടി.ബി. അബീദ് പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.